ഒരു ഇലക്ഷൻ കാലത്ത് ഇങ്ങനെയൊക്കെ വേലകളുണ്ടെന്ന് ഇപ്പോഴല്ലേ അറിയുന്നത്. എന്റെ ദൈവമേ, പിന്നെ അവരുടെ സംരക്ഷണം ഞാൻ അനുഭവിക്കുമ്പോ എന്താ പറ്റി സർ? അല്ല, ഇതിനൊക്കെ ഞാൻ അർഹനാണെന്ന് വല്ലാത്തൊരു ഗിൽറ്റി ഫീലിംഗ്. എന്തിനാ? ഞാനിതൊക്കെ എങ്ങനെ തന്നോട് പറയാ? എനിക്ക് ശരിക്കും എന്റെ മകളെ ഒരച്ഛന്റെ സ്ഥാനത്ത് നിന്ന് സ്നേഹിക്കാനോ ലാളിക്കാനോ ഒരിക്കലും സാധിച്ചിട്ടില്ല. അവളുടെ ആഗ്രഹങ്ങളെക്കുറിച്ചും ആവശ്യങ്ങളെക്കുറിച്ചും മനസ്സിലാക്കാൻ ഒരു ശ്രമം പോലും എന്റെ ഭാഗത്തു നിന്നുണ്ടായിട്ടില്ല. പക്ഷേ അവളിപ്പോ എനിക്ക് വേണ്ടി ചെയ്യുന്നതൊക്കെ കാണുമ്പോ സാറ് പറയുന്ന ഒന്നും എനിക്ക് മനസ്സിലാവുന്നില്ല. സാറ് പറയുന്ന പോലെയൊന്നും ആ കുട്ടി എന്നോട് പറഞ്ഞിട്ടുമില്ല. പിന്നെ എനിക്ക് തോന്നുന്നത് ഒരു ജനപ്രതിനിധി എന്ന നിലയില് തന്റെ മകളെ ശ്രദ്ധിക്കാൻ സാറിന് സമയം തികയാതെ വന്നു കാണൂന്ന. ആ കുട്ടിക്ക് അതൊരു പ്രശ്നമേ ആയിട്ടുണ്ടാവില്ല. പിന്നെന്തിനാ സാറ് വിഷമിക്കുന്ന? ശരിയാ, അത് അങ്ങനെ തന്നെ ആയിരിക്കും. ഒരു സുഹൃത്തായി എന്നെ കാണുന്നു സാറ് പറഞ്ഞതുകൊണ്ട് ആ സ്വാതന്ത്ര്യത്തിൽ ഒരു കാര്യം ചോദിച്ചോട്ടെ? തീർച്ചയായും. സിസ്റ്റർ പവിത്രയ്ക്ക് ധൈര്യമായിട്ട് എന്തും എന്നോട് ചോദിക്കാം. സാറ് ശരിക്കും എങ്ങനെയാ ജീവിതത്തിൽ ഒറ്റപ്പെട്ടത്? ഞാൻ ചോദിക്കുന്നത് രതിക മാഡത്തിന്റെ അമ്മയെക്കുറിച്ചാ. ഇത്രയും നല്ലൊരു അച്ഛന്റെയും മകളുടെ ഇടയിലുണ്ടാവേണ്ട ഭാഗ്യവതിയായ ആ സ്ത്രീയെക്കുറിച്ച് അറിയാൻ എനിക്ക് ആഗ്രഹമുണ്ട്. ഹലോ സിസ്റ്റർ, എനിക്ക് മറ്റൊരു കോൾ വരുന്നുണ്ട്. ഇമ്പോർട്ടന്റാ. ഞാൻ അങ്ങോട്ട് വിളിക്കാം. എന്തുവാ ചേച്ചി? വിചാരിച്ചതുപോലെ എന്റെ കയ്യിൽ നിന്നില്ല. എനിക്ക് പത്മാവതിയെക്കുറിച്ച് പ്രതാപേട്ടനോട് ചോദിക്കേണ്ടി വന്നു. എന്റെ ഈശ്വരാ, എന്നിട്ട് എന്തായിരുന്നു അദ്ദേഹത്തിന്റെ മറുപടി? മൗനം.
എന്തായാലും ഇന്നൊന്ന് പുറത്തു പോകണം. കശുവണ്ടി തീർന്ന്, പിസ്ത തീർന്ന്, ഈന്തപ്പഴവും ബദാമും തീരാറായി. അത്തിപ്പഴവും അവക്കാടയും ഇന്നലെ തീർന്നു. അവരെയായി തരികിട കാണിച്ചതിന്റെ കാശ് പുതിയ പെട്ടിയിലിരിക്കുക. ഒരു ജോഡി സ്വർണ്ണ പാദസരം കൂടെ വാങ്ങിച്ച് എന്റെ കാലിൽ ഇടണം. കയ്യിലൊരു ബ്രേസ്ലെറ്റ് കൂടി ആയാലോ? തള്ള അവിടെ നിന്ന് കഥകളി കളിക്കുന്ന എന്താ? എന്തോ കള്ളലക്ഷണം ഉണ്ടല്ലോ. ഓ, ഒരു ഇലക്ഷൻ കാലത്ത് ഇങ്ങനെയൊക്കെ വേലകളുണ്ടെന്ന് ഇപ്പോഴല്ലേ അറിയുന്നത്. എന്റെ ദൈവമേ, കെട്ടുകണക്കിന് നോട്ടുകള്. ഇവർക്ക് വല്ല കള്ളനോട്ടടിയുണ്ടോ? ഇതെവിടുന്നാ നിങ്ങളുടെ കയ്യിൽ ഇതിന് മാത്രം കാശ്? കാശാ? പിന്നെ ഇത് കാശല്ലാതെ കക്കയാണോ? ഈ കാശേ എനിക്ക് ആവശ്യമുള്ളതാ. ഇതെവിടുന്ന് കിട്ടിയെന്നാ എനിക്ക് അറിയേണ്ടത്. ഇതെവിടെ നിന്ന് കിട്ടിയെന്ന് നിന്നെ ബോധ്യപ്പെടുത്തേണ്ട കാര്യമുണ്ടോ? നീ ആര്? പോടി എവിടുന്ന്? എനിക്കറിയണം. എന്തായാലും ഇത് നേരാൻ വണ്ണം നിങ്ങൾക്ക് കിട്ടിയ കാശാണെന്ന് എനിക്ക് വിശ്വാസമില്ല. ഞങ്ങളുടെ വീട്ടില് പോലീസ് വളഞ്ഞ് നിങ്ങളെ തൂക്കി എടുത്തോണ്ട് പോകുന്നത് ഞങ്ങൾക്ക് ഇഷ്ടമല്ല. നിങ്ങളെ പോലീസ് കൊണ്ടുപോകുന്നത് എനിക്കിഷ്ടമാ. പക്ഷേ അത് ഇവിടെ വെച്ച് വേണ്ട. എന്താണ് ഇവിടെ ഒരു ഒച്ചപ്പാട്? എന്താ മോളെ? ദേ കണ്ടില്ല അച്ഛാ, ഇവരുടെ കയ്യിൽ ഒരു പെട്ടി നിറയെ നോട്ടുകള്. ഇത് എവിടുന്ന് കിട്ടിയെന്ന് ചോദിച്ചതാ. എന്റെ ദൈവമേ, എന്നെ ഒരു കാശുകാരിയാകാനും സമ്മതിക്കത്തില്ലേ? നിങ്ങൾ കാശുകാരിയായി മാറണേല് ഞങ്ങൾക്ക് സന്തോഷമുള്ളൂ. ഈ കാശ് എവിടുന്ന് കിട്ടിയെന്നാ ഞങ്ങള് ചോദിക്കണത്. ഇത് ദുബായിൽ നിന്ന് ഞാൻ കൊണ്ടുവന്നതാ. നിങ്ങൾ പർദ്ദയൊക്കെ ഇട്ട് ദുബായിൽ നിന്ന് വന്നപ്പോ ഈ പെട്ടി കയ്യിലില്ലായിരുന്നു. ഇതൊരു പുത്തൻ പെട്ടിയാ. സത്യം പറയ്, ഈ കാശ് എവിടുന്ന് അടിച്ചെടുത്തു? അടിച്ചെടുത്തന്നോ?